മകന്റെയോ ഭർത്താവിൻ്റെയോ മരണത്തേക്കാൾ ഭീകരമായ മദ്യപാനത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് വിലപിക്കുന്ന അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. മദ്യമെന്ന തിന്മ കവർന്നെടുത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സമാധാന ജീവിതത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയമായി നിലകൊള്ളുന്ന സ്ഥാപനമാണ് നെസ്റ്റ്. തൃശൂർ ജില്ലയിൽ ചേറൂർ എന്ന സ്ഥലത്താണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പുനരുദ്ധാനത്തിന്റെ കവാടമായി മാറിയ ഈ ലഹരി ചികിത്സാ കേന്ദ്രം നിലകൊള്ളുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 15,000 കുടുംബങ്ങളാണ് പുതുജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റത്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഡേവിസേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നത്. അന്നൊന്നും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ കൂടുതൽ അറിഞ്ഞിരുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മദ്യപിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഞാനും കയറി ചെന്നത്. അത് 3 മാസം എനിക്ക് അങ്ങനെ ഒരു സമാധാനത്തിൽ കഴിയാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായുള്ളൂ. 3 മാസം കഴിഞ്ഞതിന് ശേഷം ആൾ മദ്യപിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ കരുതിയത് മദ്യപാനം ആരംഭത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ആ മദ്യപാന ശീലം ഉള്ളിൽ കിടന്ന അവസ്ഥകളൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകൾ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, ഈ മനുഷ്യനെ കാണുമ്പോൾ തുടങ്ങിയുള്ള ഒരു വെറുപ്പ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരുന്നു. ആ അവസ്ഥയിൽ ഞങ്ങൾ കയറി ചെല്ലാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല. എവിടെയൊക്കെയോ ധ്യാന കേന്ദ്രം ഉണ്ടോ അവിടെയൊക്കെ ഈ വ്യക്തിനെ കൊണ്ടുപോയിട്ടുണ്ട് മദ്യപാനം നിർത്താൻ വേണ്ടി മാത്രം. ആ മദ്യപാനത്തിൽ നിന്ന് ഒരു മോചനം കിട്ടിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി ആയാലും പകലായാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ആളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. മദ്യപിച്ച് വന്നാൽ നമുക്ക് കുടുംബത്തിരിക്കുന്നവർക്ക് സ്വൈര്യക്കേട, ഭയങ്കര സ്വൈര്യക്കേട. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തട്ടിത്തെറിപ്പിച്ച് വലിച്ചെറിഞ്ഞ് വായ തോന്നിയ വേണ്ടാധീനങ്ങളൊക്കെ വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വീട്ടിലിരുന്ന് കരയാനേ പറ്റുള്ളൂ. അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടി വരും. കൂടിയ ഒരു 3 മാസം പിടിച്ചു നിൽക്കും. അതിനുശേഷം വീണ്ടും വീഴും. അങ്ങനെ എവിടെയൊക്കെയോ ധ്യാന കേന്ദ്രങ്ങളുണ്ടോ അവിടെയൊക്കെ ഇങ്ങോരെ കൊണ്ട് പോകല പണി. അങ്ങനെ നെസ്റ്റിൽ വരാനുണ്ടായ സാഹചര്യം ഇതുപോലെ ദിവസവും എങ്ങനെ കുടിച്ചും തിക്കും തിരക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു സഹോദരനാണ് പറഞ്ഞത്, നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചേറൂർ ഒരു മദ്യ വിരുദ്ധ ഒരു വിമുക്ത കേന്ദ്രമുണ്ട്, അവിടെ പോയി ഡേവിസ് ധ്യാനം കൂടി കഴിഞ്ഞാൽ 1 മാസത്തെ ക്ലാസ് ഉണ്ടാവും, ഡേവിസ് ശരിയാവും എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ചിട്ട് എൻ്റെ മൂത്ത മകനാണ് എന്നെ ഈ നെസ്റ്റ് എന്നുള്ള കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ 10 കൊല്ലത്തേക്ക് കടന്നു. ഇവിടുന്ന് കിട്ടിയ ഡേവിസ് ചക്കാലച്ച് അച്ഛൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്താൽ മനുഷ്യനാവുക, പുരുഷനാവുക, ഗുരുവാവുക, പുരോഹിതനാവുക എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യനും പുരുഷനാവാനുള്ള ഉത്തേജനം ആ വൈദികനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഡേവിസ് അച്ഛൻ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, പല ആണുങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഡേവിസ് ഏട്ടാ. തൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരമാവധി എന്ന് പറഞ്ഞപ്പോൾ പരമാവധി പോരാ, ഒറ്റ വാക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു. ആ ചോദിച്ചതിന് ഞാൻ ഒരേ മറുപടി ദൈവം സഹായിച്ച് പറഞ്ഞത്, ഡേവിസ് മരിച്ചു എന്ന് കേൾക്കാം, ഡേവിസ് ഒരിക്കലും കുടിച്ചു എന്ന് അച്ഛൻ കേൾക്കുകയില്ല. ആ വലിയ ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയത് പ്രത്യേകിച്ച് മദ്യത്തിൻ്റേതായ ആ പടുക്കെണിയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ നെസ്റ്റാണ്. രക്ഷപ്പെടേണ്ടവർക്ക് ഒന്ന് വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും ഈ നെസ്റ്റിൽ വരുന്ന പല മക്കൾക്കും രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഈ കൂടാരം. ഞാൻ നെസ്റ്റിൽ വന്നതിന് ശേഷം ഒരു 5.5 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ മദ്യപാനത്തിലൊന്നും പെടാറില്ല. അതിനു മുമ്പ് വളരെ കുടിയുള്ള ആളായിരുന്നു. കുടിയും പോവലിയും എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ 5.5 വർഷം മുമ്പ് നെസ്റ്റിൽ വന്നതിന് ശേഷം എനിക്ക് ആ ഭാഗം ഒരു ദുശീലങ്ങളോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ നേരം വരെ അങ്ങനെയുള്ള ഒരു ചിന്തകളോ ഉണ്ടായിട്ടില്ല. മദ്യപാനം നിർത്തിയതിന് ശേഷം എനിക്കിപ്പോൾ ഒരു വീട് ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഫാമിലി. ഉള്ള വീടൊക്കെ പൊളിച്ച് കളഞ്ഞ് അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്ന് ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ വീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതുവരെയും എനിക്ക് യാതൊരു വ്യത്യാസങ്ങളോ അങ്ങനെ മദ്യം കഴിക്കുന്നുള്ള ചിന്തയോ ഉണ്ടായിട്ടില്ല. ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ആൾ നല്ല മദ്യപാനിയാണ്. എന്നും ഞങ്ങൾക്ക് വിഷമങ്ങളുണ്ടായിട്ടുള്ളൂ ഈ വീട്ടിൽ. അപ്പോൾ ഇത്ര 10-11 വർഷത്തോളം ഞാൻ വളരെയധികം വിഷമിച്ചു ആളുടെ മദ്യപാനം മാറ്റാൻ. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു,
അപ്പോൾ ഇവിടെ നെസ്റ്റ് എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു നമുക്കൊന്ന് നെസ്റ്റിൽ പോയി നോക്കാം. അപ്പോൾ പറഞ്ഞു എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ 50 ദിവസം 25 ദിവസമൊക്കെ നോയമ്പെടുക്കുന്ന ആളാണ്, ഞാൻ വിചാരിച്ച് എനിക്ക് സാധിക്കില്ല, എനിക്ക് കൂടി മാറ്റാൻ നാളെ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു നമ്മൾ മാത്രം വിചാരിച്ച പറ്റില്ല, ദൈവം തന്നെ ഇടപെടണം, എന്നാലും നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനോട് പറഞ്ഞു. ഫാദർ ബിജു പാണേങ്കാടൻ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കണം, നമ്മൾ നെസ്റ്റിൽ കൊണ്ടാക്കിയാൽ മാത്രം പോരാ, നന്നായി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അന്ന് എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ ഞങ്ങൾക്ക് ഇത് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ 4 ആൾ 4 വഴിക്കാവും പിന്നീട് ജീവിതം, ഞങ്ങൾക്ക് ഇന്നൊരു ജീവിതം ഇല്ല. അങ്ങനെ കരഞ്ഞു വഴി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ചേച്ചിയുടെ മോൻ വന്നിട്ട് പറഞ്ഞു, മേമേ പേപ്പന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ആള് നോർമലായി, കുളിച്ചു, ഭക്ഷണം കഴിച്ചു, ഞാൻ എന്നോട് എല്ലാ വർത്താനം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. അന്ന് തൊട്ട് ദൈവം ഞങ്ങളുടെ ഇടപെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങളെ ഇടയ്ക്ക് ഒന്ന് പോയി കാണും. ആൾ ഭയങ്കര സന്തോഷവാനായിട്ടായിരുന്നു അപ്പോഴൊക്കെ. എന്നിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പൈസ ഒന്നും അടയ്ക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടവക വികാരി അച്ഛൻ വിളിച്ചു പറഞ്ഞു അവർക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് 21 ദിവസമാണ് അന്ന് ഫോളോ അപ്പ് അവിടെ നിൽക്കേണ്ടത്, പരിശീലനം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ആൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആൾ ജോലിക്ക് പോയി തുടങ്ങി. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദൈവം അതിൽ നിന്ന് ഞങ്ങളെ പിന്നെ ഞങ്ങളൊരു വിഷമത്തിലേക്ക് ഇറക്കി വിട്ടില്ല. ഞങ്ങൾക്കൊരു വീടില്ലാണ്ടും ഞങ്ങൾ കുറേ അധികം വിഷമിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓരോ പരിപാടികൾക്ക് പോകുമ്പോൾ ആൾ മദ്യപിച്ചിട്ടും ഞങ്ങൾക്ക് ഭയങ്കരമായ സങ്കടങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എന്നും കരച്ചിലാണ്. ഞാൻ പറയും ഒന്നും വിശേഷങ്ങൾ വരേണ്ടതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് മാത്രം സന്തോഷമില്ലാത്ത ദിവസങ്ങളായിരുന്നു. പക്ഷേ ദൈവം അതെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി. നമ്മുടെ കണ്ണീരൊക്കെ ദൈവം കുപ്പിയിൽ ശേഖരിക്കണമെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ദൈവം ഞങ്ങൾക്കൊരു ഭവനം തന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു. ഞാനും എൻ്റെ മക്കളും ഭർത്താവും എല്ലാവരും ഇതിൽ അമ്മയും എൻ്റെ അമ്മയാണിത്. അമ്മ ഇതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ്. ഇന്നും അമ്മയ്ക്ക് ആ ഒരു ഭാഗ്യം ദൈവം തന്നു ഞങ്ങളുടെ കൂടെ ഈ സന്തോഷം പങ്കിടാൻ. തൃശ്ശൂർ അതിരൂപതയുടെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം നെസ്റ്റ് ദി വില്ലേജ് ഓഫ് കംഫർട്ട് സ്ഥാപിതമായിട്ട് ഇത് 10ാം വർഷമാണ്. 2007 ജനുവരി 20-ാം തീയതി വെഞ്ചരിച്ച് ഉദ്ഘാടനം നിർവഹിച്ച നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥം. എങ്കിലും നെസ്റ്റിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നാച്ചുറൽ എംപവറിംഗ് സർവൈവൽ ട്രീറ്റ്മെൻറ്റ്, സ്വാഭാവിക ശാക്തീകരണ അതിജീവന ചികിത്സാ കേന്ദ്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾക്ക് ആശ്രയമായി തൃശ്ശൂർ അതിരൂപത ആരംഭിച്ച സ്ഥാപനത്തിലൂടെ ഇതിനകം തന്നെ 15,000-ഓളം ആളുകൾ കടന്നു പോവുകയും അതിൽ തന്നെ 13,000-ത്തിലധികം കുടുംബങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധ ചികിത്സാവിധികൾ അനുവർത്തിക്കുന്ന ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. നെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് മോഡാണ്. നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടുള്ള മക്കൾക്ക് സർവ്വസാധാരണമായിട്ട് ഗുരുതരമായ ശാരീരിക രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, ഗുരുതരമായ മാനസിക രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, ഗുരുതരമായ ആധ്യാത്മിക മേഖലയിലെ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്, ഗുരുതരമായ സ്വഭാവ ദൂഷ്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഈ മക്കൾക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം കുറേയേറെ പ്രശ്നങ്ങളുള്ള മക്കളാണ്. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു മകൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന വലിയ തിരിച്ചറിവിൽ നിന്ന് നെസ്റ്റിൽ ഈ മേഖലകളെയെല്ലാം ചികിത്സിച്ചും സൗഖ്യപ്പെടുത്തിയും പുതിയൊരു മകനാക്കി തീർക്കുന്ന ചികിത്സാവിധിയാണ് അനുവർത്തിക്കുന്നത്. നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു മകൻ ഗുരുതരമായ ശാരീരിക രോഗങ്ങൾ, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ തുടങ്ങിയ ഗുരുതരമായ ശാരീരിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നെസ്റ്റിൽ 24 മണിക്കൂറും 365 ദിവസവും MD കഴിഞ്ഞ
ഒരു ഡോക്ടർ സിസ്റ്റർ സേവനം ചെയ്യുന്നു. സിസ്റ്ററുടെ നേതൃത്വത്തിൽ 3ഓളം വരുന്ന BC നഴ്സിംഗ് കഴിഞ്ഞ് മെയിൽ നഴ്സസിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സകൾ. ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട മക്കളെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ മുഹമ്മദ് തൃശ്ശൂർ മാനസിക രോഗ കേന്ദ്രത്തിൻ്റെ മുൻ ചീഫ് സൂപ്രണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള സൈക്കാട്രിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഗുരുതരമായ സ്വഭാവദൂഷ്യങ്ങളെ പെരുമാറ്റങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി തെറാപ്യൂട്ടിക് കൗൺസിലിംഗ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഗോൾ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ്, ഗ്രൂപ്പ് തെറാപ്പി തുടങ്ങിയ ചികിത്സാവിധികൾ, അതോടൊപ്പം തന്നെ ആത്മീയ മേഖലകളെയും ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി സ്പിരിച്വൽ കൗൺസിലിംഗ്, കുടുംബ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയവ ഇതോടൊപ്പം നൽകുന്നു. ഓരോ ദിവസവും രാവിലെ യോഗ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, സ്പിരിച്വൽ തെറാപ്പി തുടങ്ങിയ എല്ലാ ചികിത്സാ വിധികളും നൽകുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ് നെസ്റ്റ്. നമുക്കറിയാം, മദ്യത്തിന് മാത്രം ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മദ്യം, മയക്കുമരുന്നുകൾ, മറ്റ് സബ്സ്റ്റൻസുകൾ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും സമഗ്രമായ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പകൽ മാത്രം പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ രോഗിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അനുവാദത്തോടെയും സമ്മതത്തോടെയും മാത്രം പ്രവേശിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ നെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 365 ദിവസവും രാത്രിയും പകലും 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും രോഗികളെ കൊണ്ടുവരാവുന്ന തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ രോഗികളുടെ സമ്മതം ഇല്ലാതെ തന്നെ രോഗികളെ ഇവിടെ പ്രവേശിപ്പിക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം, മിക്കവാറും അനുവാദം ചോദിക്കാൻ പോയാൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് പലരും അതിന് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ സമ്മതമില്ലെങ്കിലും കുടുംബാംഗങ്ങളുടെ, ബന്ധുമിത്രങ്ങളുടെ സമ്മതത്തോടു കൂടെ, അതിൻ്റെ ന്യായം ഇതാണ്, അവർ മദ്യപിച്ചതും മയക്കുമരുന്നിന് അടിമയായതും കുടുംബത്തിൻ്റെ സമ്മതമോ ഇഷ്ടമോ സന്തോഷമോ നോക്കിയല്ല, അത് അവരുടെ നാശത്തിന് വഴിയായി തീർന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മതമോ ഇഷ്ടമോ നോക്കാതെ അവരുടെ നന്മയ്ക്കും അവരുടെ വീണ്ടെടുപ്പിനും വേണ്ടി, നല്ല കാര്യത്തിനു വേണ്ടി അവരെ നന്നാക്കാൻ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിക്കാനുള്ള അവകാശവും അധികാരവും അവരെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കുണ്ട് എന്നതിനാൽ കുടുംബാംഗങ്ങളുടെ സമ്മതപത്രം വാങ്ങി സ്വീകരിക്കുന്ന സ്ഥലമാണ്. മിക്കവാറും വീടുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ ആയിട്ടുള്ളവർ പ്രശ്നബാധിതരാകുന്നത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് രാത്രികാലങ്ങളിലാണ്. ഈ നെസ്റ്റ് ആരംഭിക്കാൻ കാരണം തന്നെ ഡേവിസ് അച്ഛൻ ഇത് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ മദ്യവിരുദ്ധ പ്രവർത്തകനായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ പോയി അവരെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവന്നാക്കുക, ചികിത്സ നൽകുക, പുതിയ മനുഷ്യനായി തിരിച്ചുവിടുന്ന പ്രക്രിയയായിരുന്നു അച്ഛൻ ഏർപ്പെട്ടിരുന്നത്. അന്ന് ഉച്ചതിരിഞ്ഞ് ലഭിച്ച ഒരു മകനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിക്കാൻ വൈകുന്നേരം രാത്രി വൈകിയപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ അനുമതി നിഷേധിക്കപ്പെട്ട് ആ രാത്രി മുഴുവനും അച്ഛനോടൊപ്പം ആ വ്യക്തിക്ക് ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ തീരുമാനിച്ചു, രാത്രി കാലങ്ങളിലാണ് ഇവരെ കൊണ്ടുവന്ന് ആക്കുന്ന സ്ഥലം കൂടുതൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് രാത്രിയും പകലും ഒരുപോലെ രോഗികളെ സ്വീകരിക്കുന്ന ഒരു സ്ഥലം വേണം എന്ന വലിയ സ്വപ്നത്തിൽ നിന്നാണ് ഈ നെസ്റ്റ് രൂപീകൃതമായത്. പുത്തൻപള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയ്ക്ക് പോകുന്ന പതിവിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നെ തൊട്ട് തലോടി പറഞ്ഞതാണ്, ഈ രൂപതയ്ക്കും ഒരു പ്രത്യേകിച്ചും ലഹരി വിരുദ്ധ മേഖല ഒരു സ്ഥാപനമായി ഉയർന്നാൽ അനേകം കുടുംബങ്ങളെ കൈപിടിച്ച് നടത്താനാകും. അങ്ങനെയാണ് അഭിമന്യ തുങ്കുഴി പിതാവ് തൻ്റെ പ്രത്യേക ശ്രദ്ധയും തൻ്റെ കരുണയും ഊർജ്ജസ്വലമായ തീരുമാനമെടുത്ത് തൃശ്ശൂരിൽ പ്രത്യേകിച്ചും ക്രൈസ്റ്റ് വില്ല എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ പുറകുവശത്ത് ഏകദേശം 1.5 ഏക്കറോളം ഭൂമി തന്നു. തൃശ്ശൂർ അതിരൂപതയിലെ മദ്യവിരുദ്ധ സമിതിയിലുള്ള അംഗങ്ങൾ അക്ഷീണം യത്നിച്ചും ദേവാലയങ്ങളിൽ ഞായറാഴ്ച പോയി കുർബാന അർപ്പിച്ച് പ്രസംഗിച്ചും ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ പയ്യെ പയ്യെ സമ്പത്ത് ഒഴുകുകയായി. അനേകര് കണ്ണുനീരും വിഷമ പ്രതിസന്ധികളുമായി എൻ്റെ അരിയിലേക്ക് വന്നിരുന്നു. തൃശ്ശൂരിലെ കാത്തലിക് സെൻ്ററിൽ ഒരു ചെറിയ റൂമിൽ ദിവസേന
10 മുതൽ 20 കുടുംബങ്ങളെ തകർന്നവരെ കേൾക്കാൻ തുടങ്ങി. അഭിമന്യ പിതാവ് വേണ്ടുവോളം അതിനുവേണ്ട സഹകരണങ്ങളും പ്രാർത്ഥനകളും നൽകിയിരുന്നു. ഒരിക്കൽ പാതിരാത്രിയിൽ എൻ്റെ മുറിയുടെ മുൻപിൽ ഒരു കുടുംബം വന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും കുടുംബം തകർക്കുന്ന ഞങ്ങളുടെ അപ്പനെ ഒന്ന് നേരെയാക്കി തരണം. തലശ്ശേരി ഭാഗത്തു നിന്ന് വാടകയ്ക്ക് വിളിച്ചൊരു ജീപ്പിൽ കൊണ്ടുവന്ന ആ മനുഷ്യനെ ഞാൻ ഇരിഞ്ഞാലക്കുട സാൻജോ സദനിൽ കൊണ്ടുചെന്നു. സമയം വൈകിയത് കൊണ്ടും രാത്രിയിൽ അവിടെ പൊറുപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇന്ന് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു വാചകം എന്നെ ഏറെ സങ്കടപ്പെടുത്തി. തകർന്നവന് സമയമുണ്ടോ? അന്വേഷിക്കുന്നവന് ഇടങ്ങളുണ്ടോ? ദൈവം പറഞ്ഞത് മുട്ടുവിൻ തുറക്കപ്പെടുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതല്ലേ? ആ ഒരു സങ്കടപ്പെട്ട നിലവിളിച്ചൊരു സ്ത്രീയുടെ മക്കളുടെ വിലാപമാണ് തൃശ്ശൂർ അതിരൂപതയിൽ നെസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായേ തീരൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിലേക്ക് എന്നെ നയിച്ചത്. അഭിനന്ദനായ പിതാവ് നൽകിയ ഭൂമിയിൽ ഏറെ ഹൃദയാർജവത്തോടെ മനുഷ്യർ നൽകിയ കൊച്ചു കൊച്ചു സംഭാവനകളും ജർമ്മനിയിൽ ബഹുമാനിയായ സിസ്റ്റർ മർഗരീത്ത വളപ്പില ആവോളം പ്രസംഗിച്ചും ധ്യാനിപ്പിച്ചും പോയ സമയങ്ങളിൽ ശേഖരിച്ച സംഖ്യയും ഒന്നിച്ചു ചേർന്നപ്പോൾ നെസ്റ്റ് എന്ന് പറയുന്ന ഈ അസുലഭ ജീവകാരുണ്യ കേന്ദ്രത്തിന് തുടക്കമായി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് സ്വന്തമായ ഒരു ടൈം ടേബിൾ വർഷങ്ങളായിട്ടുണ്ട്. നമുക്കറിയാം, ചെയ്ത് അതൊരു ഹാബിറ്റായി തീർന്നിട്ടുണ്ട്. അതാണ് അവരുടെ ജീവിത താളം, ജീവിതക്രമം. പുലർച്ചെ എഴുന്നേൽക്കുന്നവൻ ഒരിക്കൽ എത്ര മണിക്കാണോ എഴുന്നേൽക്കുക ആ സമയത്തേ എഴുന്നേൽക്കൂ. എഴുന്നേറ്റ നിമിഷം മുതൽ മദ്യപാനം തുടങ്ങി വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ പോയി വീണ്ടും മദ്യപിച്ച് രാത്രി 11 വരെ മദ്യപിച്ച് കിടക്കുന്ന മനുഷ്യൻ. ഇത് വർഷങ്ങളായി അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമമാണ്. അതുകൊണ്ട് നെസ്റ്റിൽ പ്രവേശിക്കപ്പെട്ടാൽ 30 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനിടയിൽ അവന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ടൈം ടേബിൾ നമ്മൾ എഡ് ചെയ്ത് കൊടുക്കും. 5:30 അവർ എഴുന്നേറ്റാൽ 5:30 കുളിച്ച് ഫ്രഷായാൽ 6 മണിക്ക് യോഗ തെറാപ്പിയാണ്. 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യോഗയാണ്. ഈ യോഗ അവർക്കൊരു പോസിറ്റീവ് എനർജി. അത് ഇവിടെ നിന്ന് പോയിട്ടുള്ള പലരും പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് ശേഷവും ഞങ്ങൾ യോഗ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. അതിനെ തുടർന്ന് 6:45 കഷായമാണ്. നമുക്കറിയാം, ഈ മദ്യവും ഒരു ഗ്ലാസ്സിൽ പായസവും വെച്ച് അവരോട് ചോദിക്കുകയാണ്, ഒരു മദ്യപാനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിലേതാണ് കാണുമ്പോൾ കൊതിയൂറുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് മദ്യമാണ് എന്ന്. അവരുടെ നാവിലെ രസമുകുളങ്ങൾ ഇതുമായിട്ട് ട്യൂൺഡാണ്. അതുകൊണ്ട് ഈ കഷായം തുടങ്ങിയ ചികിത്സാവിധികളിലൂടെ നാവിൻ്റെ രസ കൺസെപ്റ്റ് തന്നെ നമ്മൾ മാറ്റിമറക്കുന്നൊരു ചികിത്സാ രീതിയാണ്. അതിനെ തുടർന്ന് 7:15 മണിക്ക് മോർണിംഗ് പ്രേയേഴ്സ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ നിർബന്ധമായും ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കാളികളാകിയേ മതിയാവും. അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയാണ്. അതിനുശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതിനെ തുടർന്ന് അവർക്ക് കോമൺ മെഡിക്കേഷനാണ്. വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളാണ് ഓരോരുത്തർക്കും. കാരണം ചിലർക്ക് ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതുണ്ട്, ചിലർക്ക് സ്ട്രെസ്, ഡിപ്രഷൻ, സംശയരോഗം, അതിനോടൊപ്പം തന്നെ ലിവർ ഫങ്ഷനിങ് ശരിപ്പെടുത്തുന്ന ഗുളികകൾ, രക്തത്തിലെ മദ്യത്തിൻ്റെ കണ്ടൻറ്റുകൾ ചോർത്തിക്കളയുന്ന മരുന്നുകൾ, ഇതിനോടുള്ള താല്പര്യങ്ങൾ തോന്നാത്ത വിധത്തിലുള്ള ആൻറ്റി ക്രേവിങ് മെഡിസിൻസ്, ഇതെല്ലാം അവർക്ക് ഓരോരുത്തർക്കും നൽകും. അതിനെ തുടർന്ന് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അവർക്ക് ക്ലാസ്സുകളാണ്. 2 ക്ലാസ്സുകളാണ്. ഒന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, മറ്റൊന്ന് സെക്കുലർ ക്ലാസ്സുകൾ, മറ്റൊന്ന് സ്പിരിച്വൽ ക്ലാസ്സുകൾ. ഞാൻ ഇറ്റലിയിലാണ് പഠിച്ചത്. പാതുവയിലെ MD ഡിഗ്രി എടുത്തു. അവിടെ നിന്നും 1980 ഞാൻ ചൂണ്ടൽ ഹോസ്പിറ്റലിൽ സേവനത്തിനായി വന്നു. അത് ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷൻ്റെ ഹോസ്പിറ്റലാണ്. 350 ബെഡുള്ള ഹോസ്പിറ്റലിൽ ഞാൻ കുറേ വർഷം ജോലി ചെയ്തതിന് ശേഷം 1990 ഗോരഖ്പൂർ, നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ 3 വർഷം ജോലി ചെയ്ത് വീണ്ടും 1994 ചൂണ്ടലിൽ വന്നു. 2004 ഡേവിസ് ചക്കാരക്കിലച്ചൻ എന്നെ സമീപിച്ച് ഒരു നെസ്റ്റ് എന്ന ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാൻ പോകുന്നുണ്ട്, അതിലെ റെസിഡൻറ്റ് ഡോക്ടറായിട്ട് ഒരാളെ എനിക്ക് വേണം, അത് ഞാൻ ബീനമ്മയാണ് കണ്ടുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കതിൽ വലിയൊരു പ്രയാസം തോന്നി. കാരണം ചൂണ്ടൽ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും ഒരു ഫിസിഷ്യൻ്റെ സേവനം ചെയ്തിരുന്ന ഞാൻ അവിടെ നിന്ന് പോരുക എന്നത് ഹോസ്പിറ്റലിന് വലിയ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു പ്രൊവിൻഷ്യാളിനോട് ചോദിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് സ്ഥാപനം പണി കഴിയുകയുള്ളൂ, അപ്പോഴേക്കും ബീനമ്മ ഒരു 65 വയസ്സായിട്ടുണ്ടാകും. അപ്പോൾ ഹോസ്പിറ്റൽ സേവനം കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നത് ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് പതുക്കെ സമ്മതിച്ചു. അങ്ങനെ 2007 അച്ഛൻ ഈ സ്ഥാപനത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രൊവിൻഷ്യാളമ്മ അതിന് അനുമതി തന്നു. 2 CMC സിസ്റ്റേഴ്സിനെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് സിസ്റ്റർ ബീനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോകാം, ഞാൻ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോരുകയാണ് ചെയ്തത്. അച്ഛൻ്റെ കൂടെ നിന്ന് 2 വർഷക്കാലം അച്ഛനോട് ചേർന്ന് ഇവിടുത്തെ ബാലാരിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് രോഗികളെ കൊണ്ടുവരികയും ഇവിടെ ചികിത്സിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ ഉണ്ടായത്. ആ തുടക്കത്തിലുണ്ടായിരുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും എല്ലാം അന്നത്തെ 2-3 സിസ്റ്റേഴ്സും ഞാനും കൂടി സഹിച്ച് രോഗികൾക്ക് വേണ്ടിയത് എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ അച്ഛൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഞാനിവിടേക്ക് വന്നത്. അത് വളരെ സന്തോഷത്തോടെ ഞാൻ വരികയും ഒന്നും ചെയ്യാൻ എനിക്ക് വശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിരുന്നവരുടെ ക്ലാസ്സുകൾ കേട്ട് പലതും വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സേവനത്തിന് ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ മുന്നോട്ട് വന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരായ മക്കളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആത്മീയ മേഖലയിലുള്ള തളർച്ചയാണ്. എപ്പോൾ അവർ ദേവാലയത്തിൽ നിന്ന്, അമ്പലത്തിൽ നിന്ന്, മോസ്കിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് അകന്നു തുടങ്ങിയോ അവിടെയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നെസ്റ്റിൽ ആത്മീയ മേഖലയിൽ വലിയൊരു നവോത്ഥാനം ഉണ്ടായെങ്കിലേ അവർക്ക് സ്ഥായീഭാവത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിൽ നിന്ന് വിടുതൽ ലഭിക്കൂ എന്ന തിരിച്ചറിവിൽ ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചികിത്സാവിധികളാണ് നെസ്റ്റിലുള്ളത്. നമുക്കറിയാം, ഒരു ആത്യന്തികമായ ഒരു സത്യമുണ്ട്, ദൈവമുണ്ട്, എല്ലാം കാണുന്ന, നമ്മുടെ തെറ്റുകൾ കാണുന്ന, ശരികളെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ചിന്ത ഒരു മനുഷ്യനുണ്ടായെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു ധാർമ്മിക ബോധം, ഒരു സദാചാര ചിന്ത, തെറ്റും ശരിയും തമ്മിലുള്ള ഒരു വേർതിരിവ് അവർക്കുണ്ടാകുള്ളൂ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള കാൽ കഴുകൽ ശുശ്രൂഷയും കൈവെപ്പ് ശുശ്രൂഷയും. മറ്റു മതസ്ഥരായിട്ടുള്ളവരും നമ്മുടെ ആയിട്ടുള്ളവരുടെ എല്ലാവരുടെയും പാദങ്ങൾ പുരോഹിതൻ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് ശുദ്ധരാക്കി. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അത് അശുദ്ധമാക്കാൻ പാടില്ലെന്ന്, അത് അശുദ്ധമല്ല, ഇനിമേലിൽ അത് വിശുദ്ധമാകണം, വിശുദ്ധമായി വിശുദ്ധ വഴികളിലൂടെ നീ ചരിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പാപത്തിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ലെന്ന് യേശു പറഞ്ഞതുപോലെ യേശുവിനോട് പങ്കുണ്ടാകാൻ പാപത്തിൻ്റെ വഴികളിലൂടെ നടന്ന പാദങ്ങൾ കഴുകി അച്ഛൻ ചുംബിച്ച് വിശുദ്ധീകരിച്ച് അതിനെ ബന്ധിച്ച് റുഷ്മ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥന പല മറ്റു മതസ്ഥരും പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം പലരും എന്നോട് പറയാറുണ്ട്, അച്ഛാ, വിശുദ്ധീകരിക്കപ്പെട്ട പാദങ്ങൾ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഈ ശരീരത്തിൽ ഇനി ഒരിക്കൽ പോലും മദ്യമോ മയക്കുമരുന്നോ പ്രവേശിക്കാൻ ഞാൻ അനുവദിക്കില്ല അച്ഛാ. അത്രമാത്രം നിശ്ചയങ്ങൾ, മാനസാന്തരങ്ങൾ നടക്കുന്നതാണ്. അതുപോലെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സുകൾക്ക് ശുശ്രൂഷകൾക്ക് ശേഷമുള്ള കൈവെപ്പ് ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൈമാറാൻ വേണ്ടിയുള്ള സിസ്റ്റേഴ്സും അഭിഷിക്തരായിട്ടുള്ളവരും ഇതിന് പ്രത്യേക വരം ലഭിച്ചിട്ടുള്ളവരും ചേർന്നുകൊണ്ടുള്ള കൈവെപ്പ് ശുശ്രൂഷ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ. ഇന്നലെ വരെ ജഡികാസക്തിക്ക്, പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമയായിരുന്ന മക്കളെ അതിൽ നിന്ന് വിടിയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മക്കളാക്കി മാറ്റുന്ന പുണ്യകർമ്മം. എല്ലാ ആത്മീയ കാര്യങ്ങളിലൂടെയും ഈ മക്കൾ 30 ദിവസം കഴിയുമ്പോഴേക്കും ഭൗതിക മനുഷ്യരിൽ നിന്ന് ഒരു പുതിയ ആത്മീയ മനുഷ്യനിലേക്ക്, പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി രൂപാന്തരപ്പെടാൻ
ഇതെല്ലാം സഹായമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇടതൂർന്ന പച്ചപ്പിന്റെ മധ്യത്തിലെ ഇരുനില കെട്ടിടത്തിൽ പ്രാർത്ഥനയുടെയും സാന്ത്വനത്തിന്റെയും അന്തരീക്ഷത്തിലാണ് ഇവിടെ ലഹരി വിരുദ്ധ ചികിത്സകൾ പുരോഗമിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെയുള്ള നിത്യാരാധനാ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്നു. ആത്യന്തികമായ സൗഖ്യം ദിവ്യവൈദ്യനായ ദൈവത്തിൽ നിന്നാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. 30 ദിവസത്തെ ചികിത്സ പൂർത്തിയാക്കി ലഹരിശീലങ്ങളെ വെറുത്തുപേക്ഷിച്ച് യാത്രയാകുന്നവരെ ഇവർ സ്നേഹപൂർവം യാത്രയാക്കുന്നു ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയോടെ.